വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് വെൻ എ ഫിലമെൻറ്റ് ബൾബ് ഗ്ലോ? ഒരു ഫിലമെൻറ്റ് ബൾബ് ഗ്ലോ ചെയ്യുന്ന സമയത്ത്, തെളിയുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജി ഫോംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ എനർജി ഫോംസാണ് ബൾബ് ഗ്ലോ ചെയ്യുന്ന ടൈമിൽ ഉണ്ടാവുന്നത്? ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും. ഏതാണ്? ഹീറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജി. ബി ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. We know that energy loss happen when a filament bulb glow. ഒരു ഫിലമെൻറ്റ് ബൾബ് ഗ്ലോ ചെയ്യുന്ന സമയത്ത് എനർജി ലോസ് ഉണ്ടാവുന്നു എന്ന് നമുക്കറിയാം. റൈറ്റ് ഇസ് സിറ്റുവേഷൻ വേർ ദിസ് എനർജി ഈസ് യൂസ്ഡ് പ്രോപ്പർലി. ഈ എനർജിയെ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? ഒരു ബൾബ് ഗ്ലോ ചെയ്യുന്ന സമയത്ത്, ഒരു ഫിലമെൻറ്റ് ബൾബ് ഗ്ലോ ചെയ്യുന്ന സമയത്ത് എനർജി ലോസ് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ഓവർകം ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? വി ക്യാൻ യൂസ് ദിസ് എനർജി പ്രോപ്പർലി ഇൻ ഇൻക്യുബേറ്റേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഈ എനർജിയെ എവിടെ യൂസ് ചെയ്യാൻ പറ്റും? ഇൻക്യുബേറ്ററിൽ. ഈ എനർജിയെ നമുക്ക് ഇൻക്യുബേറ്ററുകളിൽ ശരിയായ രീതിയിലായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതാണ് പിയുടെ ഉത്തരം. അപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാകുന്ന എനർജി ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്താണ് ഒരു സിറ്റുവേഷനാണ് എന്തെന്ന് പറയുന്നത്? ഇൻക്യുബേറ്ററിൽ ഇതിനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത്. സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. LED ബൾബ് സേവ് എനർജി. LED ബൾബ് എന്ത് ചെയ്യും? എനർജിയെ സേവ് ചെയ്യും. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? വൈ? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടോ? വൈ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. LED ബൾബ് എനർജിയെ സേവ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട് അല്ലേ? എഗ്രി ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റാണത്. ഐ എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും എന്ത് എഴുതണം? എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ അല്ലേ? ഒന്നെങ്കിൽ ഐ എഗ്രി അല്ലെങ്കിൽ ഐ നോട്ട് എഗ്രി. ഞാൻ എഗ്രി ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എഗ്രി ചെയ്യുന്നു. ഏതെങ്കിലും ഒന്ന് എഴുതണം. അപ്പോൾ ഐ എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിനെ എഗ്രി ചെയ്യുന്നു അല്ലേ? ഇൻ ആൻ LED ബൾബ് 95% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ലൈറ്റ്. ഒരു LED ബൾബിൽ 95% 95% എനർജി എന്ത് എനർജി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു? ലൈറ്റ് എനർജി ആയിട്ട് അല്ലേ? പ്രകാശോർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു. ആൻഡ് 5% ഓഫ് എനർജി ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എനർജി. ഇതിൽ വെറും 5% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? എനർജി മാത്രമേ ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെടുന്നുള്ളൂ. ഇറ്റ് നീഡ്സ് ലെസ് പവർ കമ്പയർഡ് ടു അതർ ബൾബ്. ഇതെന്താണ്? ഇത് മറ്റു ബൾബുകളെയൊക്കെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് ഒന്ന് എന്താണ്? 95% ഓഫ് എനർജി ലൈറ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. 5% മാത്രമേ ഹീറ്റ് എനർജി ആയിട്ട് എനർജി ലോസ്റ്റ് വന്നുള്ളൂ. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണ്? ഇറ്റ് നീഡ് ലെസ് പവർ കമ്പയർഡ് ടു അതർ ബൾബ്. മറ്റുള്ള ബൾബുകളെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് പവർ അല്ലേ, വൈദ്യുതി മാത്രം മതി. സോ ദെയർഫോർ LED ബൾബ് നീഡ് ലെസ് എനർജി. അതിനാൽ LED ബൾബുകൾക്ക് കുറച്ച് എനർജിയും മതി, അതുപോലെ അല്ലേ കുറച്ച് മാത്രം കറണ്ട് മതി, വൈദ്യുതി മതി. അതിനാൽ ഇതിന് LED ബൾബുകൾക്ക് എന്താണ്? എനർജിയും കുറവ് മതി. അപ്പോൾ LED ബൾബിൻ്റെ ബെനിഫിറ്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദിസ് ക്വസ്റ്റ്യൻ ഹാസ് 2 parts A and B. നമുക്ക് നോക്കാം. ഫസ്റ്റ് എ പാർട്ടിലെ ഒന്നാമത്തേത്, റൈറ്റ് ദ ലേബിൾഡ് പാർട്സ് ഓഫ് ദ ഫ്ലവർ. ലേബിൾ ചെയ്തിരിക്കുന്ന പാർട്സുകൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് എ എന്ന് കാണിക്കുന്നത് ഏതാണ്? എ എന്ന് കാണിക്കുന്നത് സ്റ്റിഗ്മ. അപ്പോൾ പാർട്സ് അടയാളപ്പെടുത്താൻ വേണ്ടി പഠിക്കണം. സ്റ്റിഗ്മ. ബി എന്ന് കാണിച്ചിരിക്കുന്ന പോർഷൻ ഏതാണ്? ബി എന്ന് കാണിച്ചിരിക്കുന്നത് ഏതാണ്? ഒവ്യൂൾ. ഏതാണ്? ഒവ്യൂളാണ്. അടുത്ത സി എന്ന് കാണിച്ചിരിക്കുന്നത് തലാമസ് ആണ്. സ്റ്റിഗ്മ, ഒവ്യൂൾ, തലാമസ്. എയും ബിയും സിയും അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റിഗ്മ, ഒവ്യൂള്, തലാമസ്.
അപ്പോൾ ഈ ഫ്ലവറിൻ്റെ പാർട്സ് ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആർ ഗിവൺ ബിലോ, റൈറ്റ് ദെൻ ദ കറക്റ്റ് ഓർഡർ. ഇവിടം വരെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത് കേട്ടോ. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് എന്താണ്? ഫെർട്ടിലൈസേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആണ് തന്നിരിക്കുന്നത്. അത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് പോളൻ ഗ്രെയിൻ ഗ്രോ ഡൗൺ ത്രൂ ദ സ്റ്റൈൽ ഇൻ ദ ഫോം ഓഫ് ട്യൂബ്. സെക്കൻഡ് വന്നിരിക്കുന്നത് മെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് വിത്ത് ദ എഗ് ടു ഫോം എ സൈക്കോട്ട്. മൂന്നാമത്തെ വന്നിരിക്കുന്നത് പോളൻ ഗ്രെയിൻ ഫോൾ ഓൺ ദ സ്റ്റിഗ്മ, മെയിൽ ഗ്യാമീറ്റ് റീച്ച് ദ ഓവറി ത്രൂ ദിസ് ട്യൂബ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ എഴുതുമ്പോൾ ആദ്യത്തത് മൂന്നാമത്താണ്. കറക്റ്റ് ഓർഡറിൽ എഴുതുമ്പോൾ ഫസ്റ്റ് വൺ ഏതാ വരുന്നത്? ഫസ്റ്റ് വൺ ഇതാണ് വരുന്നത്. പോളൻ ഗ്രെയിൻ ഫോൾസ് ഓൺ ദ സ്റ്റിഗ്മ, അതാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് വന്നത്. സെക്കൻഡ് വന്നത് ഫസ്റ്റ് വണ്ണാണ്. ഫസ്റ്റ് വൺ ഏതാണ്? പോളൻ ഗ്രെയിൻ ഗ്രോ ഡൗൺ ത്രൂ ദ സ്റ്റൈൽ ഇൻ ദ ഫോം ഓഫ് ട്യൂബ്, അതാണെന്ത് രണ്ടാമതായിട്ട് വരുന്നത്. മൂന്നാമത്തെയാണ് ഒന്നാമത്തത്. പിന്നെന്താണ്? മൂന്നാമത്തെയാണ് ഒന്നാമത്തതായിട്ട് വരുന്നത്. രണ്ടാമത്തത് ഏതാണ് വരുന്നത്? ഫസ്റ്റ് വണ്ണാണ്. അപ്പോൾ ഓർഡറിൽ എഴുതുമ്പോൾ നമ്മൾ ഏതൊക്കെ ഓർഡറിൽ എഴുതണം? ഫസ്റ്റ് 3 വരും, സെക്കൻഡ് 1 വരും, അടുത്തത് ഏതാണ്? 4th വണ്ണാണ് തേർഡ് വൺ വരുന്നത്. മെയിൽ ഗ്യാമീറ്റ് റീച്ച് ദ ഓവറി ത്രൂ ദിസ് ട്യൂബ്, ഇതാണ് എന്തായിട്ട് വരുന്നത്? മൂന്നാമത്തെ ആയിട്ട് വരുന്നത്. നാലാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? മൂന്നാമത്തായിട്ട് വരുന്നത് നാലാമത്തത്. അപ്പോൾ 4th വണ്ണാണ്, നാലാമത്തെയാണ്. ലാസ്റ്റ് വൺ വരുന്നതാണ് സെക്കൻഡ് വൺ. മെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് വിത്ത് ദ എഗ് ടു ഫോം എ സൈക്കോട്ട്. മെയിൽ ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈക്കോട്ടായിട്ട് മാറും. എഗ്ഗ് സൈക്കോട്ടായിട്ട് മാറും. ഫ്യൂസ് വിത്ത് ദ എഗ്ഗുമായിട്ട് മെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്ത് സൈക്കോട്ടായിട്ട് മാറും. അതാണ് അഞ്ചാമത്തത് വരുന്നത്. അപ്പോൾ മൂന്നാമത്തത്, ഒന്നാമത്തത്, പിന്നെ നാലാമത്തത്, പിന്നെ അഞ്ചാമത്തത്, അങ്ങനെയാണ് ഓർഡറിൽ വരേണ്ടത്. 3 ആണ് ആദ്യം വരുന്നത്. പിന്നെ വരുന്നത് 1 ആണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുന്നത് 4 ആണ്. നാലാമത് വരുന്നത് 5 എന്നാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. 3, 1, 4 രണ്ടാമത്തതാണ് കേട്ടോ. രണ്ടാമത്തതാണ് നാലാമത്തായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് ഓർഡറിൽ എഴുതേണ്ടത്. ഫസ്റ്റ് എഴുതേണ്ടത് പോളൻ ഗ്രെയിൻ ഫോൾസ് ഓൺ ദ സ്റ്റിഗ്മ, ഇതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. സെക്കൻഡ് എഴുതേണ്ടത് പോളൻ ഗ്രെയിൻസ് ഡൗൺ ത്രൂ ദ സ്റ്റൈൽ ഇൻ ദ ഫോം ഓഫ് ദ ട്യൂബ്, അതാണ് രണ്ടാമത് എഴുതേണ്ടത്. മൂന്നാമത് എഴുതേണ്ടത് മെയിൽ ഗ്യാമീറ്റ് റീച്ച് ദ ഓവറി ത്രൂ ദിസ് ട്യൂബ്. നാലാമത്തത് എഴുതേണ്ടത് മെയിൽ ഗ്യാമീറ്റ് ഫ്യൂസസ് വിത്ത് ദ എഗ് ടു ഫോം സൈക്കോട്ട്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഫെർട്ടിലൈസേഷൻ നന്നായി നോക്കിയിട്ട് പോവുക. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഇതിൽ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ നെയിം ഓഫ് സം ഫ്ലവേഴ്സ് ആർ ഗിവൺ ബിലോ. താഴെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പേരുകൾ നൽകിയിട്ടുണ്ട്. ക്ലാസിഫൈ ദം ഇൻ ടു യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവർ. ഇത് യൂണിസെക്ഷൽ എന്നും ബൈസെക്ഷൽ എന്നും തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇൻഫറൻസ് ക്യാൻ ബി ഡ്രോൺ ബൈ എക്സാമിൻ ദിസ് ടേബിൾ. ഇതിനെ ക്ലാസിഫൈ ചെയ്ത ശേഷം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പേര്: ഒലിയാണ്ടർ, പംകിൻ, ബിറ്റർഗോഡ്, റോസ്, ഹിബിസ്കസ്, സൺഫ്ലവർ, മാംഗോ, സ്നേക്ക് ഗോഡ്, വാട്ടർമെലൺ ആൻഡ് പപ്പായ. നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്? ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ. അപ്പോൾ നിങ്ങൾ 2 ടേബിൾ ഉണ്ടാക്കുക, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. 2 ടേബിൾ ഉണ്ടാക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ആരൊക്കെ വരുന്നത്? പംകിൻ, ബിറ്റർഗോഡ്, സ്നേക്ക് ഗോഡ്, വാട്ടർമെലൺ, പപ്പായ. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഒലിയാണ്ടർ, റോസ്, ഹിബിസ്കസ്, സൺഫ്ലവർ, മാംഗോ. ഈ യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഒരൊറ്റ സെക്ഷൻ ഇതുണ്ടാവുള്ളൂ അല്ലേ. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ 2 ഉണ്ടാവും. അപ്പോൾ ഫ്രം ദിസ് ടേബിൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് എന്താണ് ഈ ടേബിളിൽ നിന്ന് മനസ്സിലായത്? സം പ്ലാന്റ്സ് ഹാവ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇൻ ദ സെയിം ഫ്ലവർ ആൻഡ് ആർ കോൾഡ് ബൈസെക്ഷൽ ഫ്ലവർ. ചില ഫ്ലവേഴ്സിന് എന്താണ്? ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും സെയിം ഫ്ലവറിൽ തന്നെ കാണും. അതായത് ഒരു ചെടിയിൽ തന്നെ, ഇപ്പോൾ ഹിബിസ്കസിൽ തന്നെ, ഹിബിസ്കസ് ചെമ്പരത്തിലെ അതിൽ തന്നെ എന്താണ്? മെയിൽ ഗ്യാമീറ്റും ഉണ്ടാവും,
ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവും, മെയിൽ ഫ്ലവറും ഉണ്ടാവും. അതായത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും എന്തിൽ തന്നെ ഉണ്ടാവും, സെയിം ഫ്ലവറിൽ തന്നെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൈസെക്ഷൽ ഫ്ലവർ. ഇത് യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്, while some plants have androecium and gynoecium in separate flowers are called unisexual. അതായത് ഇപ്പോൾ പംകിൻ എടുക്കുകയാണെങ്കിൽ പംകിൻ്റെ ഫ്ലവറിൽ ഒരു ഫ്ലവറിൽ ഒന്നുകിൽ ആൻഡ്രീഷ്യം മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രമേ കാണുള്ളൂ. ഇത് രണ്ട് സെപ്പറേറ്റ് ഫ്ലവേഴ്സിലായിരിക്കും. ഒന്നുകിൽ ആൻഡ്രീഷ്യം വേറൊരു ഫ്ലവറിൽ, ഗൈനീഷ്യം വേറൊരു ഫ്ലവറിൽ. അപ്പോൾ ചില പ്ലാന്റ്സിൽ എന്താണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും സെപ്പറേറ്റ് ഫ്ലവേഴ്സ് കാണുന്നതാണ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് യൂണിസെക്ഷൽ ഫ്ലവർ, എന്താണ് ബൈസെക്ഷൽ ഫ്ലവർ എന്നാണ് അവിടെ എഴുതേണ്ടത്. അതിനെ ക്ലാസിഫൈ ചെയ്യുക. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇൻ സെപ്പറേറ്റ് flowers are called unisexual flowers. Androecium and gynoecium in the same flower are called bisexual flower. ഏകലൈംഗിക പുഷ്പങ്ങൾ, ദ്വിലൈംഗിക പുഷ്പങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഗൻ വീൽ ആൻഡ് the movement of child on the wheel when it work. What is the difference between the movement of GAN wheel and movement of the child? എന്താണ് ഈ കുട്ടിയുടെയും ഈ GAN വീലിൻ്റെയും മൂവ്മെൻറ്റ്, ഈ വീല് വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെയും പിന്നെ ആ വീലിൻ്റെയും മൂവ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തായിരിക്കും ഡിഫറൻസ് എന്ന് പറയുന്നത്? മൂവ്മെൻറ്റ് ഓഫ് ദി ഗ്യാൻവിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ആയിരിക്കും. എന്താണ്? ഭ്രമണം, റൊട്ടേഷൻ മൂവ്മെൻ്റ് ആയിരിക്കും. മൂവ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് ഓൺ എ വീലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? കുട്ടിയുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? കുട്ടിയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സർക്കുലർ മോഷനാണ് അല്ലേ? വൃത്തത്തിലുള്ള മൂവ്മെൻറ്റ് സർക്കുലർ മോഷൻ. ഗ്യാൻവിലിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷനാണ്. വീലിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സർക്കുലർ മോഷനാണ്. നമ്മൾ കുറച്ച് മോഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? സർക്കുലർ മോഷൻ, റൊട്ടേഷൻ, ലീനിയർ മോഷൻ അല്ലേ? അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മോഷൻ ഇതുപോലെ നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിലെ ബി ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഹൗ ഈസ് വൈബ്രേഷൻ ഡിഫർ ഫ്രം ഓസിലേഷൻ? എങ്ങനെയാണ് ഹൗ ഈസ് വൈബ്രേഷൻ ഡിഫർ ഫ്രം ഓസിലേഷൻ? വൈബ്രേഷൻ എങ്ങനെയാണ്? ഹൗ ഈസ് വൈബ്രേഷൻ ഡിഫർ ഫ്രം ഓസിലേഷൻ? ഓസിലേഷനിൽ നിന്ന് വൈബ്രേഷൻ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ എഴുതാം ഉത്തരം നമുക്ക്? ഓസിലേഷൻ ഇസ് ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ദ ബോഡി അബൌട്ട് എ മീൻ പൊസിഷൻ. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേ ടൈം ഇൻ്റർവെല്ലിൽ ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഓസിലേഷൻ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് വീണ്ടും അതേ ടൈം ഇൻ്റർവെല്ലിൽ തന്നെ ഇങ്ങോട്ടേക്കും പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലേ? അതായത് നമ്മുടെ ബോഡിയുടെ ഒരു ശരാശരി സ്ഥാനത്തെ ചുറ്റിപ്പറ്റി മുന്നോട്ടും പിന്നോട്ടും ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇതിൻ്റെ എന്താണ് നമ്മുടെ ശരാശരി ഒരു മീൻ പൊസിഷനെ ചുറ്റിപ്പറ്റി ടു ആൻഡ് ഫ്രോ മുന്നോട്ടും മുന്നോട്ടേക്ക് നടക്കുന്ന മൂവ്മെൻ്റാണ് എന്തെന്ന് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത്. ബോഡിയുടെ മെയിൻ പൊസിഷനെ ചുറ്റിപ്പറ്റി ടു ആൻഡ് ഫ്രോ മുന്നോട്ടും മുന്നോട്ടും നടക്കുന്ന മൂവ്മെൻ്റാണ് എന്തെന്ന് പറയുന്നത്? ഓസിലേഷൻ എന്ന് പറയുന്നത്. ബോഡിയുടെ ഇങ്ങനെ മനസ്സിലായി, ഇതാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ദ മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക് ഈസ് ആൻഡ് ടു ആൻഡ് ഫ്രോ മോഷൻ. നമുക്കറിയാം ക്ലോക്കിലെ പെൻഡുലം എന്ന് പറയുന്നതിൻ്റെ ഇത് അങ്ങനെയാണ് അല്ലേ? ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മുന്നോട്ടും പിന്നോട്ടുമുള്ളതാണ്. ഇത് എന്തിന് എക്സാമ്പിളാണ്? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓസിലേഷൻ. ഇത് ഓസിലേഷന് എക്സാമ്പിളാണ്. ബട്ട് ഫാസ്റ്റ് ഓസിലേഷൻസ് ആർ വൈബ്രേഷൻ. പക്ഷെ ഫാസ്റ്റായിട്ട് ഉണ്ടാകുന്ന ഓസിലേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൈബ്രേഷൻ എന്ന് പറയുന്നത്. വെൻ ദ ട്യൂണിംഗ് ഫോർക്ക് ഈസ് ദ ഹിറ്റ് വിത്ത് ദ റബ്ബർ ഹാമർ ദ ടങ്സ് ഓഫ് ട്യൂണിംഗ് ഫോർക്ക് ബിഗിൻ ടു വൈബ്രേറ്റ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വൈബ്രേഷൻ. അതായത് നമ്മൾ എന്താണ് വേഗത്തിലുള്ള ഈ വൈബ്രേഷൻസിനെയാണ് നമ്മൾ വേഗത്തിലുള്ള ഓസിലേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഈ ടൂണിംഗ് ഫോർക്കിനെ എന്താണ് റബ്ബർ ഹാമർ ഉപയോഗിച്ച് അടിക്കുമ്പോൾ ട്യൂണിംഗ് ഫോർക്കിൻ്റെ എന്താണ് മറ്റു സംഭവങ്ങൾ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. അതിൻ്റെ
ആ ഹാൻഡ് ഇങ്ങനെ മുകളിലുള്ള ഇത് രണ്ട് ഭാഗം ഇങ്ങനെ വിറയ്ക്കാവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. വിറയ്ക്കാൻ തുടങ്ങി. ഇതാണ് എന്തെന്ന് പറയുന്നത് വൈബ്രേഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂണിംഗ് ഫോർക്കിൽ റബ്ബർ ഹാമർ വെച്ച് അടിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, അന്നേരം അത് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഗിവൺ ഇൻസ്റ്റൻസ് ഓഫ് മോഷൻ. താഴെ തന്നിരിക്കുന്ന ഇൻസ്റ്റൻസുകൾ വായിക്കുക. ഇൻസ്റ്റൻസ് 1 എന്ന് പറയുന്നത് ദ മൂവ്മെൻറ്റ് ഓഫ് പെൻഡുലം ഇൻ എ ക്ലോക്ക്. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് ഏതാണെന്ന് എഴുതുക. ഇൻസ്റ്റൻറ്റ് 2 മൂവ്മെൻറ്റ് ഓഫ് ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്കിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാണ്. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് മോഷൻ ഇൻ ദീസ് 2 ഇൻസ്റ്റൻസ്. ഇപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലെയും മോഷൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു ക്ലോക്കിൽ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓസിലേഷനാണ്. മൂവ്മെൻറ്റ് ഓഫ് ട്യൂണിംഗ് ഫോർക്ക് എന്താണ്, വൈബ്രേഷനാണ്. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് 2 എക്സാമ്പിൾ ഫോർ ഈച്ച് ഓഫ് ദീസ് മോഷൻ. ഈ മോഷനും 2 എക്സാമ്പിൾ വീതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓസിലേഷൻ ഒരു എക്സാമ്പിളാണ് എന്ത്, വൈബ്രേഷൻ ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. എന്താണ് വൈബ്രേഷൻ ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്? എന്താണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ ആ വൈബ്രേഷൻ, അത് ഓസിലേഷൻ ഒരു എക്സാമ്പിളാണ്. രണ്ടാമത്തെ സീസോ എന്ന് പറയുന്നതും ഓസിലേഷൻ ഒരു എക്സാമ്പിളാണ്. ടു ആൻഡ് ഫ്രോ എന്നല്ലേ പറയുന്നത്. ഇനി വൈബ്രേഷൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്ട്രിങ്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. എന്താണ്, നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലെ, അതായത് സംഗീത ഉപകരണങ്ങളിലെ സ്ട്രിങ്ങുകൾ. രണ്ടാമത്തത് നീഡിൽ ഓൺ സ്വീയിങ് മെഷീൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ തയ്ക്കുന്ന മെഷീനിലെ നീഡിൽ എന്തിന് എക്സാമ്പിളാണ്, വൈബ്രേഷൻ. സ്പീഡിലാണല്ലോ അത് അടിക്കുന്നത്, വൈബ്രേഷന് എക്സാമ്പിളാണ്. പിന്നെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ കാര്യമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പോൾ സ്ട്രിങ്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, നീഡിൽ ഓൺ സ്വിംഗ് മെഷീൻ, അങ്ങനെ ഓസിലേഷനും വൈബ്രേഷനും 2 എക്സാമ്പിളുകൾ വീതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വിച്ച് എമംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് അബൌട്ട് റൊട്ടേഷൻ. റൊട്ടേഷനെ കുറിച്ച് തന്നിരിക്കുന്നതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൊട്ടേഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. Rotation is always through a circular path. The rotating object will never change its position as a result of rotation. The axis of rotation will always be inside the object which is rotating. ഇതിൽ ഏതാണ് എഴുതേണ്ടത്, നമ്മൾ രണ്ടാമത്തത്. Rotation is always through a circular path അതാണ് എഴുതേണ്ടത്. ഇനി നാലാമത്തെ, joints of a different body parts and their characteristics are listed below. താഴെ എന്താണ്, കുറച്ച് ബോഡി പാർട്സിൻ്റെ ജോയിൻസ് ഓഫ് ഡിഫറെൻറ്റ് പല ബോഡി പാർട്സിലുള്ള ജോയിൻസുകളും അവയുടെ ക്യാരക്ടറിസ്റ്റിക്സും തന്നിട്ടുണ്ട്. അതിനെ കറക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നീ ആണ്. നീ എങ്ങനെയാണ്, നീ എന്ന് പറയുന്നത് ജോയിൻ്റ് ഹിഞ്ച് ജോയിൻ്റ്, നീയിലുള്ള ജോയിൻ്റ് ഹിഞ്ച് ജോയിൻ്റാണ്. നീല് ഹിഞ്ച് ജോയിൻ്റാണ്. അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ക്യാൻ ബി മൂവ്ഡ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിലേക്ക്, ഒരു ദിശയിലേക്ക് മാത്രം മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്ക് എന്ന് പറയുന്നിടത്തുള്ള ജോയിൻറ്റ് പൈവോട്ട് ജോയിൻ്റാണ്. പൈവോട്ട് ജോയിൻ്റ് ഫംഗ്ഷൻ എന്താണ്, ക്യാൻ ബി മൂവ്ഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ, 2 ഡയറക്ഷനിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കാം. ക്യാൻ ബി മൂവ്ഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ. അടുത്ത ഷോൾഡറാണ്. ഷോൾഡറിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റാണ്. എന്താണ്, ക്യാൻ ബി മൂവ്ഡ് ഇൻ മെനി ഡയറക്ഷൻ, പല ഡയറക്ഷനിലേക്കും, അതായത് പല ദിശകളിലേക്ക് നമുക്കിതിനെ നീക്കാനായിട്ട് സാധിക്കും. ഇനി ബി ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ ഹിപ്പ് ജോയിൻറ്റ്. താഴെ കാണിച്ചിരിക്കുന്ന ഹിപ്പ് ജോയിൻറ്റിൻ്റെ ഒരു പിക്ചറാണ്. റൈറ്റ് ദ പ്രൊസീജിയർ ആൻഡ് മെറ്റീരിയൽസ് നീഡഡ് ഫോർ മേക്കിംഗ് എ മോഡൽ ഓഫ് ദിസ് ജോയിൻറ്റ് യൂസിങ് ഈസിലി അവൈലബിൾ ഒബ്ജക്റ്റ്. നമുക്ക് ഈ മോഡൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനം വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതാം, നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്ന് നോക്കാം. ഒരു ഐസ്ക്രീം ബോൾ വേണം, പിന്നെന്താണ് ഒരു സ്മോൾ ബോൾ ആൻഡ് സ്റ്റിക്ക്, ഒരു സ്മോൾ ബോളും ഒരു ഐസ്ക്രീം ബോൾ വേണം, പിന്നെ ഒരു ഐസ്ക്രീം ബോളിനേക്കാളും ചെറിയൊരു സ്മോൾ ബോളും വേണം, ഒരു സ്റ്റിക്കും വേണം. പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. മേക്ക് എ ഹോൾ ഇൻ ദ സ്മോൾ ബോൾ ആൻഡ് ഫിക്സ് ദ സ്റ്റിക്ക് ടു ദ ഹോൾ. എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, മേക്ക് എ ഹോൾ ഇൻ ദ സ്മോൾ ബോൾ. നമ്മൾ എന്ത് ചെയ്യണം, സ്മോൾ ബോളിൽ ഒരു ചെറിയ ഹോൾ ഇടണം. ആൻഡ് ഫിക്സ് ദ സ്റ്റിക്ക് ടു ദ ഹോൾ. അതിൽ കൂടെ ഒരു സ്റ്റിക്ക് ഫിക്സ് ചെയ്ത് വെക്കണം. ആ ചെറിയ ബോളിൻ്റെ നമ്മൾ ഹോൾ ഇട്ടേക്കൂടെ ഒരു സ്റ്റിക്ക് ഫിക്സ് ചെയ്ത് വെക്കണം. പ്ലേസ് ദിസ് ബോൾ ഇൻ ടു ഐസ്ക്രീം ബോൾ. എന്നിട്ട് നമ്മൾ ഈ ബോളിനെ എന്തിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യണം, ഐസ്ക്രീം ബോളിൻ്റെ ഉള്ളിൽ വെക്കണം. റൊട്ടേറ്റ് ദ സ്റ്റിക്ക് സോ ദ ബോൾ മൂവ് അറൗണ്ട് ഇൻസൈഡ് ദ ഐസ്ക്രീം ബോൾ. എന്നിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഏതിലൂടെ മാത്രമേ മൂവ് ചെയ്യുള്ളൂ, ആ ഐസ്ക്രീം ബോൾ
ആ ഐസ്ക്രീം ബോൾ, ചെറിയ ബോൾ ഐസ്ക്രീം ബോളിനുള്ളിൽ തന്നെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടാവുന്ന പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിനുള്ള ഒരു മോഡൽ ഉണ്ടാക്കാൻ പറ്റുന്ന മോഡലിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ആദ്യം ഒരു ചെറിയ ബോൾ എടുക്കുക, ആ ബോളിൽ നമ്മളൊരു ഹോൾ ഇട്ടിട്ട് അതിലൊരു സ്റ്റിക്ക് കുത്തി വയ്ക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണം, ഒരു ഐസ്ക്രീം ബോൾ എടുത്തിട്ട് ഈ ചെറിയ ബോളിനെ അതിനകത്തേക്ക് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐസ്ക്രീം ബോളിൻ്റെ ഉള്ളിൽ കിടന്ന്, അതായത് ചെറിയ പന്ത് ഐസ്ക്രീം ബോളിനുള്ളിൽ കിടന്ന് ചുറ്റിയിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് എൻ്റെ പ്രൊസീജിയർ എഴുതേണ്ടത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കുട്ടിയുടെ ഇത് തന്നെ, ഐ ഡിസൈഡ് ടു അവോയ്ഡ് ഫാറ്റി ഫുഡ് കംപ്ലീറ്റ്ലി. കുട്ടി പറയണം, ഞാൻ കൊഴുപ്പടങ്ങിയ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ തീരുമാനിച്ചു. നോ യു ഷുഡ് നോ, എന്താണ്, ഇല്ല അത് വേണ്ട എന്ന് എന്താണ് അമ്മ പറയാണ്. വൈ ഡിഡ് ദ ടീച്ചർ ഡിസഗ്രി ടു ദ സ്റ്റുഡൻസ് ഒപ്പീനിയൻ? എന്തുകൊണ്ടായിരിക്കും ടീച്ചർ കുട്ടിയുടെ സ്റ്റുഡൻസ് ഒപ്പീനിയനെ ഡിസഗ്രി ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം, ഫാറ്റ് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൊഴുപ്പടങ്ങിയ ഫുഡുകൾ ഒരുപാട് കഴിച്ചാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ കുട്ടി പറയുന്നത് ഞാൻ ഫാറ്റ് അടങ്ങിയ ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കുകയാണെന്ന്. അപ്പോൾ ടീച്ചർ അതിനെയാണ് ഡിസഗ്രി ചെയ്യുന്നത് അല്ലേ? ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഇഫ് യു കൺസ്യൂം ടു മച്ച് ഫാറ്റി ഫുഡ്, നമ്മൾ ഒരുപാട് ഫാറ്റി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും എന്ന് നമുക്കറിയാം. യു വിൽ ഹാവ് ഹെൽത്ത് പ്രോബ്ലംസ് ലൈക്ക് ഒബിസിറ്റി, ഹാർട്ട് ഡിസീസ് എക്സെട്ര. തടി, പിന്നെ അമിതമായ തടി, ഹൃദ്രോഗങ്ങൾ, ഹാർട്ട് ഡിസീസുകളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം അല്ലേ, കൊഴുപ്പടങ്ങിയ ഫുഡുകൾ. ബട്ട് ദർ ആർ 2 ടൈപ്സ് ഓഫ് കൊളസ്ട്രോൾ. പക്ഷെ നമുക്ക് 2 ടൈപ്പ് കൊളസ്ട്രോൾ ഉണ്ട്. ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്. എക്സസ് ബാഡ് കൊളസ്ട്രോൾ അക്യുമുലേറ്റ് ഇൻ ബ്ലഡ് വെസൽസ് ആൻഡ് ഒബ്സ്ട്രക്ട് ബ്ലഡ് ഫ്ലോ കോസിങ് ഹാർട്ട് അറ്റാക്സ്. എന്താ സംഭവിക്കുന്നത് ഇവിടെ? നമുക്ക് അമിതമായിട്ടുള്ള കൊഴുപ്പുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഹാർട്ട് ഇഷ്യൂസും ഒക്കെ വരും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ കൊളസ്ട്രോൾ 2 തരത്തിലുണ്ട്. നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും. ബാഡും ഉണ്ട്, ഗുഡ് കൊളസ്ട്രോളും ഉണ്ട്, ബാഡ് കൊളസ്ട്രോളും ഉണ്ട്, മോശം കൊളസ്ട്രോളും ഉണ്ട്. അപ്പോൾ അമിതമായിട്ടുള്ള ബാഡ് കൊളസ്ട്രോള്, മോശം കൊളസ്ട്രോൾ എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടെ, അതായത് രക്തക്കുഴലുകളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ ബ്ലഡ് ഫ്ലോയിനെ അത് തടസ്സപ്പെടുത്തും. ഈ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ ബ്ലഡ് ഫ്ലോനെ, ഇതിനെയൊക്കെ നമ്മുടെ ചീത്ത കൊളസ്ട്രോള് നമ്മളുടെ ബ്ലഡ് വെസൽസിൽ, അതായത് രക്തക്കുഴലുകളിൽ അടിഞ്ഞു കൂടിയിട്ട് ബ്ലഡ് ഫ്ലോനെ അങ്ങോട്ട് തടസ്സപ്പെടുത്തും. അതങ്ങനെ തടസ്സപ്പെടുത്തുന്നതോടുകൂടി അതെന്തിന് കാരണമാകും? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനായിട്ട്. ബ്ലഡ് ഫ്ലോ പോകുന്നില്ലല്ലോ, അവിടെ അടഞ്ഞിരിക്കുകയല്ലോ, അപ്പോൾ അവിടെ ഹാർട്ട് അറ്റാക്കിന് കാരണമാകും. ഇറ്റ് ഓൾസോ അഫക്ട് ദ ലിവർ. അതെന്തിനേയും അഫക്റ്റ് ചെയ്യും? നമ്മുടെ ലിവറിനെയും അഫക്റ്റ് ചെയ്യും. ഹൗവർ ആസ് ഗുഡ് കൊളസ്ട്രോൾ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഡിക്രീസസ്. അപ്പോൾ എന്നാൽ ഇത് ചീത്ത കൊളസ്ട്രോളിൻ്റെ കാര്യം പറഞ്ഞത്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ എന്തും ഉണ്ടാവണം? നല്ല കൊളസ്ട്രോൾ ഉണ്ടാവണം. നല്ല കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ദ റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഡിക്രീസസ്. നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുമ്പോൾ ഹൃദയാഘാതത്തിൻ്റെ സാധ്യത കുറയുകയാണ്. ദിസ് ഈസ് വൈ ദ ടീച്ചർ ഡിസഗ്രി വിത്ത് ദ ചൈൽഡ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം? ആവശ്യത്തിന് ഫാറ്റും വേണം അല്ലേ? അപ്പം നല്ല ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ വേണം. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പാടില്ല എന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടീനോട് ആ ടീച്ചർ യോജിക്കാതിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഓഫ് ഇൻക്രീസ് ഇൻ ദ ഫാറ്റ് ലെവൽ ഇൻ ഫുഡ്? ഫുഡിൽ ഫാറ്റ് ലെവൽ ഇൻക്രീസ് ചെയ്താൽ എന്താ പ്രശ്നം ഉണ്ടാവുക? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ഒബിസിറ്റി അല്ലേ, ആ കുട്ടി പറയുന്നതിൽ തന്നെ ഉണ്ട്. അമിതമായ വണ്ണം, ഹാർട്ട് ഡിസീസ്, ഹൃദയ രോഗങ്ങളുണ്ടാവും, ഹൈ ബ്ലഡ് പ്രഷർ അല്ലേ, ബ്ലഡ് പ്രഷർ കൂടും, ഡയബറ്റീസ് ഉണ്ടാകും, ആൻഡ് ഡൈജസ്റ്റീവ് പ്രോബ്ലം, നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. Some habits to control the fat level in the body are given below. Analyze the statement and identify the correct one. കുറച്ച് കാര്യങ്ങൾ താഴെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫാറ്റ് ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗുഡ് ഹാബിറ്റ്സ്. താഴെ കുറച്ച് ഹാബിറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? എക്സസൈസ് ഡെയിലി, അവോയ്ഡ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, ടേക്ക് പ്രോട്ടീൻ റിച്ച് ഡയറ്റ്, ടേക്ക് ഓൺലി കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് റെഗുലർലി. ഏതൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ എഴുതാം? എന്തൊക്കെ പോയിൻറ്റ്സ് അതിനകത്ത് എഴുതാൻ പറ്റും? നമ്മൾ എക്സസൈസ് ഡെയിലി എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. അവോയ്ഡ് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ്, ഫ്രൈ ചെയ്തിരിക്കുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. ടേക്ക് പ്രോട്ടീൻ റിച്ച് ഡയറ്റ്, പ്രോട്ടീൻ അധികമായി കിട്ടുന്ന
ഡയറ്റ് നമ്മൾ എടുക്കണം. പ്രോട്ടീൻ ഡയറ്റ് റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുക്കണം. ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യണം. എക്സസൈസ് ഡെയിലി ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ചേഞ്ച് ഇൻ ദ എനർജി ഗിവൺ ബിലോ. താഴെ ഒരു എനർജി തന്നിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി പ്ലസ് ഹീറ്റ് പ്ലസ് സൗണ്ട്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ 2 സിറ്റുവേഷൻ വേർ സച്ച് എനർജി ചേഞ്ചസ് ഒക്കർ. എന്തായിരിക്കും? അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്താണ്, മെക്കാനിക്കൽ എനർജി പ്ലസ് ഹീറ്റ് പ്ലസ് സൗണ്ട് ആയിട്ട് മാറുന്ന 2 സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ മിക്സിയിലെ മിക്സർ ഗ്രൈൻഡർ, പിന്നെന്താണ് നമ്മുടെ ഇലക്ട്രിക് ഫാന്. ഇപ്പോൾ മിക്സർ ഗ്രൈൻഡറും ഇലക്ട്രിക് ഫാനും, അതായത് ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി പ്ലസ് ഹീറ്റ് പ്ലസ് സൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒന്നാണ് മിക്സർ ഗ്രൈൻഡർ, രണ്ടാമത്തെ ഇലക്ട്രിക് ഫാന്. ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ദ ഫോം ഓഫ് എനർജി യൂസ്ഡ് ആൻഡ് ദ ഫോം ഓഫ് എനർജി വേസ്റ്റഡ് ഇൻ ബോത്ത് സിറ്റുവേഷൻസ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ദ ഫോം ഓഫ് എനർജി യൂസ്ഡ് ആൻഡ് ഫോം ഓഫ് എനർജി വേസ്റ്റ് ഇൻ ബോത്ത് സിറ്റുവേഷൻ. 2 സിറ്റുവേഷനിൽ ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റ് ദ ഫോം ഓഫ് എനർജി യൂസ്ഡ് ദ ഫോം ഓഫ് എനർജി വേസ്റ്റ് ഇൻ ബോത്ത് സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളോട് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എനർജി ട്രാൻസ്ഫോർമേഷൻ ടേബിൾ എങ്ങനെയായിരിക്കും? നമുക്ക് സിറ്റുവേഷൻ എഴുതാം. അപ്പോൾ മിക്സർ ഗ്രൈൻഡറാണ് നമ്മൾ അതിൽ പറഞ്ഞത്. അതിൽ ഫോം ഓഫ് എനർജി യൂസ് ചെയ്യുന്ന ഏതാണ്? മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോം ഓഫ് എനർജി വേസ്റ്റ് ചെയ്യപ്പെടുന്ന എനർജി അതിലേതാണ്? ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയുമാണ് അല്ലേ? അതിൽ ഇലക്ട്രിക്കൽ എനർജി എന്തൊക്കെയായിട്ട് ഫോം ചെയ്യുന്നുണ്ട്? മെക്കാനിക്കൽ എനർജിയും ഹീറ്റും സൗണ്ടും. ഇതിൽ മിക്സർ ഗ്രൈൻഡറിൽ എന്താ യൂസ് ചെയ്യുന്നത് മാത്രം നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത് മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജി മാത്രമുള്ളൂ. നഷ്ടപ്പെടുന്ന ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയും വേസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അടുത്ത ഇലക്ട്രിക് ഫാനിൽ എന്താണ്? ഇലക്ട്രിക് ഫാനിലും മെക്കാനിക്കൽ എനർജി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഹീറ്റ് എനർജിയും സൗണ്ട് എനർജിയും എന്ത് ചെയ്യാണ്? വേസ്റ്റ് ചെയ്യപ്പെടുക ആണ്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് എമംഗ് ദ ഫോളോയിങ് ഹാസ് മിനിമം എനർജി ലോസ് ഉള്ള ഇത് താഴെ പറയുന്നതിൽ ഏതാണ്? ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് അത് പറഞ്ഞതാണ്. ഏതാണ്? ഫിലമെന്റ് ബൾബ്, LED ബൾബ്, CFL ബൾബ്, ഹാലജൻ ബൾബ്. ഏതായിരിക്കും? LED ബൾബ് രണ്ടാമത്തെയാണ് അല്ലേ? മിനിമം എനർജി ലോസ് വരുന്നത് LED ബൾബാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ബേസിക് സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.